വണ്ടിപ്പെരിയാറിന് സമീപം 63-ാം മൈലിൽ കാട്ടുപോത്ത് സ്ത്രീയെ ആക്രമിച്ചതിൽ പ്രതിഷേധം. കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 63-ാം മൈലിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കമായി. ചൊവ്വാഴ്ചയാണ് സ്റ്റെല്ല എന്ന സ്ത്രീയെ ഏലത്തോട്ടത്തിൽ ജോലിക്കിടെ കാട്ടുപോത്ത് ആക്രമിച്ചത്. അതേസമയം സംഭവത്തിൽ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു. ജെറിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാറിന് സമീപം 63-ൽ പണിക്ക് പോയ സ്റ്റെല്ല എന്ന വീട്ടമ്മയ്ക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വീട്ടമ്മ ഇപ്പോഴും മുണ്ടക്കയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമാണ്. ഇതിനു മുമ്പും കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയും സമാനമായ രീതിയിൽ സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായി അപകടം പറ്റിയിരുന്നു. അതോടൊപ്പം തന്നെ വനംവകുപ്പിനെതിരെയുള്ള രൂക്ഷമായ ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിപ്പെരിയാർ 63-ലുള്ള കർഷക സംഘമാണ് ഉപവാസ സമരവുമായിട്ട് ഇന്ന് രാവിലെ മുതൽ രംഗത്ത് വന്നിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ ഉപവാസ സമരത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. പ്രധാനമായും ഉള്ള വിവിധ വിഷയങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒന്ന്, കൃത്യമായിട്ട് ഈ സ്റ്റെല്ലയ്ക്ക് അത്യാവശ്യമായ ചികിത്സാ സഹായം, അതോടൊപ്പം തന്നെ ധനസഹായം എന്നിവ അടിയന്തരമായി തന്നെ നൽകണം. രണ്ടാമതായിട്ട് ഇവിടെ ഈ ഏലത്തോട്ടങ്ങളൊക്കെ കടന്നു ഈ കാട്ടുപോത്തിനെ ഇവിടുന്ന് തുരത്തുക തന്നെ വേണം. തുരത്തുക എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ അത് വനാതിർത്തിക്കപ്പുറത്തേക്ക് തന്നെ തുരത്തണമെന്ന ഒരു പ്രധാന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത്. കർഷക സംഘടനയുടെ നേതാവ് കൂടിയായ മാർട്ടിൻ കൊച്ചുപുരയ്ക്കൽ ഇപ്പോൾ ഇവിടെ ഉപവാസ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഈ വനംവകുപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇവിടെയുള്ള പങ്കെടുക്കാൻ എത്തുന്നവർ കൂടുതലായിട്ട് ഉന്നയിക്കുന്നത്. വിവിധ സംഘടനകൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒക്കെ ഇതിനെ പിന്തുണ പ്രഖ്യാപിച്ച് ഉപവാസം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വനംവകുപ്പ് നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഈ വിഷയത്തിൽ ആസ്പദമാക്കി ചേരുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നടപടികളാണ് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ സ്റ്റെല്ലയ്ക്ക് ഉൾപ്പെടെയുള്ള വീട്ടമ്മയ്ക്ക് പറ്റിയ അപകടത്തിൽ എന്തൊക്കെ ഉറപ്പുകൾ നൽകാൻ സാധിക്കും എന്ന വിഷയങ്ങളാണ് വനംവകുപ്പ് ചർച്ചകൾ നടത്തുന്നത്. ഇതിനുശേഷം ഇപ്പോൾ ഉപവാസം ഇവിടെ അനുഷ്ഠിക്കുന്ന ഈ സമരസമിതിയുമായിട്ട് വനംവകുപ്പ് ചർച്ചകൾ നടത്താനാണ് സാധ്യത. ഉച്ചയ്ക്ക് ശേഷം വനംവകുപ്പും ഈ സമിതിയുമായിട്ട് ചർച്ചകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ സമരം ശക്തമാക്കാനാണ് ഇപ്പോൾ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ അപകടങ്ങൾ കാട്ടുപോത്ത് മാത്രമല്ല, നിരവധി വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നു. ഇവരുടെ ജീവനും സ്വത്തിനും ഇത് സ്ഥിരം ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരപരിപാടികൾ നിർത്താതെ തന്നെ വനംവകുപ്പിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന ഒരു നിലപാടാണ് കർഷക സംഘം. അതുകൊണ്ട് ചർച്ചകൾ എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കണ്ടറിയണം. നിലവിൽ ഈ രാവിലെ 8 മണിക്ക് ആരംഭിച്ച പ്രതിഷേധ സമരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധം വരും ദിവസങ്ങളിൽ ശക്തമാക്കാനാണ് തീരുമാനം. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.